വെൽക്കം ബാക്ക് ടു another വീഡിയോ. സ്പെഷ്യൽ മസാലാസ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഗ്രേറ്റ് ചെയ്ത് തേങ്ങൻ്റെ മിക്സെല്ലാം കൂടി ഉണ്ടാക്കുന്നത് നമ്മൾ തൊട്ടടുത്ത് പയ്യോളി ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അധിക സമയം മാരിനേഷൻ ഒന്നും ഇല്ലാണ്ട് നല്ല നാടൻ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മാരിനേഷൻ ഉണ്ടാക്കാൻ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആവാൻ 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ വിനെഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ചേർത്താലും മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് ടൈറ്റ് മാരിനേഷൻ ആക്കിയെടുത്ത ശേഷം ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിക്കൻ വരഞ്ഞെടുത്തിട്ട് മാരിനേറ്റ് ചെയ്താൽ എല്ലാ ഭാഗത്തും പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈം ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് കൂടുതൽ ഫ്ലേവർ കൊടുക്കാൻ ഒരു ക്രഷ് ചെയ്ത് മിക്സ് റെഡിയാക്കണം. അതിനൊരു മിക്സറിലേക്ക് 6 ചെറിയുള്ളി, 6 വറ്റൽമുളക്, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. പയ്യോളി ചിക്കൻ ഫ്രൈയിൽ തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അരക്കപ്പ് തേങ്ങയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് റെഡിയാക്കി എടുത്തതിലേക്ക് ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്ത് ഈ മിക്സിൽ നിന്ന് പകുതിയോളം ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ബാക്കി വന്ന ഈ ക്രഷ് ചെയ്ത മിക്സ് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോ പീസും ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും ഫ്രൈ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അധിക സമയം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റുമാണ്. എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചിക്കൻ ഫ്രൈ ആണ്. അധികമായിട്ട് മുങ്ങുന്നത്ര ഓയിലൊന്നും ഒഴിച്ച് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇതുപോലെ എല്ലാ ഭാഗവും പൊരിഞ്ഞു വന്നാൽ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. മാരിനേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചിക്കനും ഇങ്ങനെ പൊരിച്ചെടുത്ത ശേഷം സെയിം ഓയിലിലേക്ക് ഗ്രേറ്റ് ചെയ്ത് തേങ്ങൻ്റെ മിക്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ഗോൾഡൻ കളർ ആയാലും ഓയിലിൽ നിന്ന് എടുക്കാം. ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കൂടി വഴറ്റിയെടുത്തിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് തേങ്ങൻ്റെ മിക്സും പച്ചമുളക് കറിവേപ്പിലിട്ട് ഗാർണിഷ് ചെയ്താൽ നല്ല നാടൻ ടേസ്റ്റിൽ അടിപൊളി പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അധിക സമയം മാരിനേഷൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. Anyway, thank you so much for watching. This is Bichu Fahima here. Take care. Bye bye.